ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ഈസ് എവറിത്തിങ് ഫൈൻ വിത്ത് യു? വീട്ടിലിരുന്ന് ബോറടിച്ചോ എല്ലാവർക്കും? ബോറടിച്ചെങ്കിൽ സിസ്റ്റേഴ്സ് നല്ല ഒരു കഥ പറഞ്ഞു തരാമേ. ഡു യു ലൈക്ക് ലിസ്ണിംഗ് ടു സ്റ്റോറീസ് ചിൽഡ്രൻ? നിങ്ങൾ CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലല്ലേ പഠിക്കുന്നത്? അതുകൊണ്ട് ആദ്യം ഈ കഥ നമുക്ക് ഇംഗ്ലീഷിൽ കേൾക്കാം. ഇംഗ്ലീഷ് എന്ന് കേട്ട് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഫോൺ ഓഫാക്കി പോകരുത്. അതിനുശേഷം സിസ്റ്റർ മലയാളത്തിലും പറയാം. നിങ്ങൾ എത്ര കാലം ജീവിച്ചിരിക്കുന്നു അത്രയും കാലം ഈ കഥ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കഥയാണ്. ഇടയ്ക്ക് സിസ്റ്റർ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, അതിന് മറുപടിയും കൂടി പറയണേ. ഓക്കെ. Once upon a time, there was a grandmother and grandfather. Their name was Tenses. They had 3 children. Their names were simple present tense, simple past tense, and simple future tense. Then these 3 children got married, and after some time, each of them had children. The children of the present tense are present continuous tense, present perfect tense, present perfect continuous tense. The children of the past tense are past continuous tense, past perfect tense, past perfect continuous tense. The children of the future tense are future continuous tense, future perfect tense, future perfect continuous tense. ഒരിക്കലൊരിടത്ത് ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉണ്ടായിരുന്നു. അവരുടെ പേരെന്താണെന്നറിയണോ നിങ്ങൾക്ക്? ടെൻസസ് എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. അവർക്ക് 3 മക്കളുണ്ടായിരുന്നു. ഈ മക്കളുടെ പേരാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു പക്ഷേ കുറച്ച് പേരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവും. എങ്കിലും സിസ്റ്റർ ഒരിക്കൽ കൂടി പറയാം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ട്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആൻഡ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. എന്താണ് അവരുടെ പേര്? എല്ലാവരും സിസ്റ്ററിന് ശേഷം ഒന്ന് പറയണം കേട്ടോ, എന്താ പേരെന്ന്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, റിപ്പീറ്റ് ആഫ്റ്റർ മീ. സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഓക്കെ, 3 പേരുടെയും പേര് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ 3 പേരും എന്ത് ചെയ്ത് അവർ മാരേജ് ചെയ്തു. അവർ മാരേജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യും, അവർക്കും മക്കളുണ്ടായി. അവർക്ക് 3 പേർക്കും 3 കുട്ടികൾ വീതമുണ്ടായി. അപ്പം നമുക്ക് ആദ്യം പ്രസൻറ്റ് ടെൻസിൻ്റെ മക്കളുടെ പേരെന്താണെന്ന് പഠിക്കാം. പ്രസൻറ്റ് ടെൻസിൻ്റെ മൂത്ത മോൻ്റെ പേരാണെന്ത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്. രണ്ടാമത്തെ ആളുടെ പേരോ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. മൂന്നാമത്തെ ആളുടെ പേരാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി നമുക്ക് പാസ്റ്റ് ടെൻസിൻ്റെ മക്കളുടെ പേര് പഠിക്കാം. പാസ്റ്റ് ടെൻസിൻ്റെ മൂത്ത കുട്ടിയുടെ പേര് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നായിരുന്നു. സെക്കൻഡ് വണ്ണിൻ്റെ പേരോ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്നായിരുന്നു. തേർഡ് വൺ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി ലാസ്റ്റ് മകൻ്റെ പേരെന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഫ്യൂച്ചർ ടെൻസ്. ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഫ്യൂച്ചർ ടെൻസിൻ്റെ മക്കളുടെ പേരാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അങ്ങനെ 3 പേർക്ക് കൂടി എത്ര മക്കളുണ്ട്? 9 മക്കളുണ്ട്. ഈ 9 മക്കളും അവരുടെ പേരൻസായ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്, ഇവർ 3 പേരും കൂടി കൂടിയപ്പോൾ എത്ര ടെൻസസ് ആയി? 12 ടെൻസസ് ആയി അല്ലേ? അപ്പോൾ ഹൗ മെനി ടെൻസസ് ആർ ദെയർ ഇൻ ഓൾ? 12 tenses. Got it children? How many tenses are there in all? 12 tenses. ഈ 12 tenses ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഒത്തിരി പ്രാവശ്യം ഈ വീഡിയോ വീണ്ടും വീണ്ടും കേട്ട് ഈ 12 ടെൻസസിൻ്റെ നെയിംസ് പഠിക്കണം. അതായത് മാത്സിൻ്റെ ടേബിൾ പഠിക്കില്ലേ, അതുപോലെ നിങ്ങൾ ഈ 12 ടെൻസസിൻ്റെ നെയിംസ് പഠിച്ചു വെക്കണം. പഠിച്ചാൽ മാത്രം പോരാ, സിസ്റ്ററിന് അത് പഠിച്ച വീഡിയോ അയച്ചു തരികയും കൂടി വേണം. കേട്ടോ? പിന്നെ ഈ ടെൻസസിൻ്റെ ഡ്യൂട്ടീസും, അവർ ചിലരൊക്കെ മടിയന്മാരാണ് കേട്ടോ. ആ മടി എന്താണ്, അവരെന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെ ചെയ്യുന്നില്ല, ഇതെല്ലാം സിസ്റ്റർ അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ബൈ ചിൽഡ്രൻ. മേ ഗോഡ് ബ്ലെസ് യു.